ചന്ദ്രമതിയുടെ എതിർപ്പിനെ അവഗണിച്ച് സച്ചി രേവതിനെ കൂട്ടിക്കൊണ്ടുവരാനായി പോകുന്നു. ഇതിനിടെ ശരത്തിന്റെ വീഡിയോ കാണുന്ന SI എത്രയും പെട്ടെന്ന് ശരത്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് കീഴുദ്യോഗസ്ഥരോട് പറയുന്നു. പിന്നീട് രേവതിയുടെ വീട്ടിലെത്തുന്ന സച്ചിയോട് ശരത്തിന്റെ കൈയൊടിച്ചതിന് കുറ്റപ്പെടുത്തിയതിന് എല്ലാവരും മാപ്പ് ചോദിക്കുന്നു. തുടർന്ന് എല്ലാം ആന്റണിയുടെ കൂട്ടുകെട്ടുകൊണ്ട് സംഭവിച്ചതാണെന്നും എന്നാൽ അവൻ നന്നായ സമയത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ലെന്നും സച്ചി പറയുന്നു. ഇതേസമയം അവിടെ എത്തുന്ന പോലീസുകാർ ശരത്തിനെ അന്വേഷിക്കുകയും ഞങ്ങൾ അവനെ അറസ്റ്റ് ചെയ്യാനാണ് വന്നതെന്നും പറയുന്നു. തുടർന്ന് ശരത്ത് ഇപ്പോൾ ഇവിടെ ഇല്ലെന്നും ആ വീഡിയോയിലുള്ള സ്ത്രീ എൻ്റെ അമ്മയാണെന്നും ശരത്ത് അമ്മയുടെ പണം മോഷ്ടിക്കാനുണ്ടായ സാഹചര്യത്തെപ്പറ്റിയും സച്ചി പോലീസുകാരോട് പറയുന്നു. തുടർന്ന് കേസും അറസ്റ്റുമൊന്നും വേണ്ട എന്ന് സച്ചി പറഞ്ഞെങ്കിലും അവനെ അറസ്റ്റ് ചെയ്തേ പറ്റൂവെന്ന് പോലീസുകാർ നിർബന്ധം പിടിക്കുന്നതോടെ ശരത്ത് വരുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാമെന്ന് സച്ചി പറയുന്നു. അത് വിശ്വസിച്ച് പോലീസുകാർ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ദേവുവിനെ വിളിക്കുന്ന അയൽക്കാരൻ ശരത്ത് ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് പോയ വിവരം പറയുന്നു. ഇത് കേട്ട് എല്ലാവരും അവിടേക്ക് പോവുകയും മുകളിൽ നിന്നും താഴേക്ക് ചാടാനൊരുങ്ങുന്ന ശരത്തിനെ സച്ചി തടയുകയും ശരത്തിനെ കാര്യങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ഞങ്ങൾ നിന്നെ ജയിലിലേക്ക് വിടില്ലെന്നും ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണെന്നും പറഞ്ഞ് സച്ചി ശരത്തിനെ ആരും അറിയാത്തൊരു സ്ഥലത്തേക്ക് ഒളിപ്പിക്കാനായി കൊണ്ടുപോകുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.